സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. വീണ രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ രണ്ട് കൂട്ടരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, അവർ കുനിഞ്ഞ് വീണുപോയി. അവർ കുനിഞ്ഞ് വീണുപോയി, അതായത് ആ വീഴ്ചയിൽ അവർ നശിച്ചു പോയി. രണ്ടാമത്തെ കൂട്ടർ, അവർ വീണുവെങ്കിലും എഴുന്നേറ്റു. ഇതിൻ്റെ രണ്ടിനെയും കാരണം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടു മുകളിലെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. 7-ാമത്തെ വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവർ വീണു, ആ വീഴ്ചയിൽ അവർ തകർന്നുപോയി. എന്നാൽ യഹോവയിൽ ആശ്രയിച്ചവർ വീണു എങ്കിലും തകർന്നു പോകാൻ യഹോവ സമ്മതിച്ചില്ല. ആ വീഴ്ചയിൽ യഹോവ അവരുടെ കരം പിടിച്ചു ഉയർത്തി എഴുന്നേറ്റ് നിൽക്കുമാറാക്കി. രഥങ്ങളും കുതിരകളും എന്നൊക്കെ നമ്മുടെ ഭാഷയിലേക്ക് നമ്മൾ പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ, പണത്തിൻ്റെതിൽ, പ്രശസ്തിയുടേതിൽ അഹങ്കരിച്ചവർ, അതിലാശ്രയം തേടിയവർ, അവർ വീണപ്പോൾ ആ വീഴ്ചയിൽ അവർ അതിൽ തകർന്നു പോയി. എന്നാൽ യഹോവയിൽ ആശ്രയിച്ചവർ പണത്തേക്കാളുപരി, സ്ഥാനമാനങ്ങളെക്കാളുപരി, വിദ്യാഭ്യാസത്തെക്കാളുപരി, അറിവിനേക്കാളുപരി യഹോവയിൽ ആശ്രയിച്ചവർ വീണാലും നിലം പരിചാകാൻ യഹോവ സമ്മതിച്ചില്ല.